ഫ്രണ്ട്സ്, വെൽക്കം ടു സേറാസ് കളക്ഷൻസ്. ഞാൻ ജെസ്സി. ഇന്ന് വന്നിരിക്കുന്നത് ഒരു എന്താണ് ഓഫർ വീഡിയോയുമായിട്ടാണ് കേട്ടോ. ഓഫർ വീഡിയോ എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമല്ല നമുക്ക് രണ്ടു കൂട്ടർക്ക്. അപ്പോൾ ഇന്ന് ഓഫർ വീഡിയോ ആണ്. അത് ക്രിസ്മസിന് പറ്റിയ കളക്ഷനുമാണ് കേട്ടോ. ക്രിസ്മസിന് പറ്റിയ കളക്ഷൻ എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ കൊണ്ടുവന്നതാണ്. ഒരു പ്രാവശ്യം ലെമൺ യെല്ലോയുടെ ഹക്കോബ വർക്കുള്ള സെറ്റ് നമ്മൾ കൊണ്ടുവന്നതാണ്. അത് നിങ്ങൾ ഒരുപാട് വാങ്ങിച്ചതുമാണ്. ഇനി ഇപ്പം ഞാൻ ഇതുവരെ നമ്മളത് ഓഫർ സെയിലിൽ ഇട്ടിട്ടില്ല. അതിൻ്റെ ഒരു 3-4 പീസ് എൻ്റെ കയ്യിൽ ബാക്കിയുണ്ട്. അത് ഞാനിപ്പം ഓഫർ സെയിലിൽ ഇടുവാണ്. ഇതിപ്പോൾ ഓഫർ സെയിലിൽ ഇടാനുള്ളൊരു കാരണം എന്ന് വെച്ചാൽ ഇത് രണ്ടാമത് എനിക്ക് വന്ന ലോട്ടിൽ എനിക്കത് കറക്റ്റായിട്ട് ഞാനത് പറഞ്ഞിട്ടാണ് തരുന്നത് കേട്ടോ. കാരണം രണ്ടാമത് വന്ന ലോട്ടിൽ ഞാൻ ആദ്യം അത് തീർന്നിട്ട് രണ്ടാമത് അത് റീസ്റ്റോക്ക് ചെയ്ത ഐറ്റമാണ് കേട്ടോ. രണ്ടാമത് വന്ന സെറ്റിനകത്ത് പറ്റിയത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഷോളിന് കുറച്ച് ലെങ്ത് കുറവാണ്. ഒരു 2.1 അങ്ങനെയൊക്കെ ലെങ്ത് ഉള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം എടുത്തതിൽ 2.5 ലെങ്ത്തിലാണ് നമ്മൾ കൊടുത്തത്. അപ്പോൾ അതിന് നമ്മൾ അന്ന് 1250 പ്ലസ് ഷിപ്പിംഗ് അങ്ങനെയൊക്കെ നമ്മൾ കൊടുത്തിട്ടാണ് അത് വാങ്ങിച്ചവർക്കൊക്കെ അറിയാം. നല്ല സെറ്റുമാണ്, ഒരു പ്രോബ്ലം ഇല്ല. പക്ഷെ രണ്ടാമത് വന്ന ലോട്ടിനകത്തുള്ളൊരു പ്രോബ്ലം വേറെ യാതൊരു പ്രശ്നവും ഇല്ല, എല്ലാം ഒരുപോലെയാണ്. പക്ഷെ ഷോളിന് ഒരല്പം ലെങ്ത് കുറവുണ്ട്. ഇപ്പോൾ നമ്മളിതിപ്പോൾ ഈ ഷോളൊക്കെ നോക്കി ഇങ്ങനെ നീളത്തിൽ കിട്ടത്തില്ലേ, അത്രയും നീളം അതിന് വന്നില്ല കണ്ടോ. ഇതിനൊക്കെ നോക്കിയാൽ ഇപ്പോൾ ബാക്കിലും ഫ്രണ്ടിലും നമുക്കിതിപ്പോൾ 2.5 മീറ്ററിൻ്റെ ഷോളാണ്. അപ്പോൾ നമുക്ക് രണ്ട് സൈഡിലും നല്ല ലെങ്ത് കിട്ടും. അങ്ങനെ ഞാൻ അന്ന് കാണിച്ചിട്ടാണ് തന്നതും. പക്ഷെ രണ്ടാമത് വന്ന ലോട്ടിൽ പറ്റിയത് എന്താണെന്ന് വെച്ചാൽ ഷോളിന് കുറച്ച് ലെങ്ത് കുറവാണ്. അപ്പോൾ നമുക്ക് വൺ സൈഡൊക്കെ ഇടുമ്പോൾ ഇത്രയും ലെങ്ത് രണ്ട് സൈഡിലും നല്ല ഹൈറ്റ് ഉള്ളവർക്ക് കുറച്ച് ലെങ്ത് കുറവ് വരും. ഒരു മീഡിയം ഹൈറ്റുകാർക്കും ഹൈറ്റ് കുറവുള്ളവർക്കും പ്രോബ്ലം ഒന്നുമില്ല. പക്ഷെ എന്നെപ്പോലെയൊക്കെ ഹൈറ്റ് ഉള്ളവർക്ക് കുറച്ച് ലെങ്ത് കുറവ്, ഫ്രണ്ടിൽ കുറച്ച് ലെങ്ത് കിട്ടുമ്പോൾ ബാക്കിൽ ഇത്രയും ലെങ്ത് നമുക്ക് കിട്ടത്തില്ല ഉണ്ടോ. ഇതിപ്പോൾ രണ്ട് സൈഡിൽ ഇടുമ്പോൾ നമുക്ക് നല്ല ലെങ്ത് അല്ലേ ഈ ഷോളിന് കിട്ടുന്നത്. ഇത് 2.5 മീറ്ററിൻ്റെ ഷോളാണ്, ഇത്രയും ലെങ്ത് നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തോ ചെയ്തു എന്ന് വെച്ചാൽ അതിൻ്റെ സെയിം മെറ്റീരിയൽ വെച്ചിട്ട് അതൊന്നിനെ ഒന്ന് കുറച്ച് ഷോള് വലുതാക്കി. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ആ ഒരു ചെറിയ ഒരു തയ്യൽ വരുന്നുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. അതുകൊണ്ടാണ് ഞാനിതിപ്പം ഓഫർ സെയിലിടുന്നത് കേട്ടോ. അപ്പോൾ അത് കറക്റ്റായിട്ട് പറഞ്ഞിട്ട് തരുന്നതാണ് എനിക്കിഷ്ടം. കാരണം അത് നമുക്ക് രണ്ട് കൂട്ടർക്കും അത് തന്നെയാണ് നല്ലത്. ഞാൻ ഒരിക്കലും അറിഞ്ഞുകൊണ്ട് ഒരു കാര്യവും ചെയ്യത്തില്ല. പിന്നെ അറിയാതെ ചിലപ്പോൾ എപ്പോഴെങ്കിലും എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്സ് ഒക്കെ പറ്റുമായിരിക്കും. അത് മനുഷ്യരല്ലേ, എല്ലാവർക്കും പറ്റുന്ന മിസ്റ്റേക്സ് ചിലപ്പോൾ എനിക്കും പറ്റാറുണ്ട്. അപ്പോൾ അതിന് ഞാൻ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ ചെയ്ത് കൊടുക്കാറുമുണ്ട്. അതിപ്പോൾ മാറ്റി കൊടുക്കുവോ റീഫണ്ട് ചെയ്ത് കൊടുക്കുവോ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട്. അതിനൊന്നും ഒരു പ്രോബ്ലം ഇല്ല. സൈസ് മാറിപ്പോയെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുമ്പോൾ സൈസ് ചെറുതാണെങ്കിൽ ഞാൻ കറക്റ്റ് സൈസ് അയക്കുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് സൈസ് അത് പാകമായില്ലെങ്കിൽ പോലും ഞാൻ സൈസ് മാറ്റി കൊടുക്കാറുണ്ട്. അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്നതാണ്. ഇതിപ്പം വന്നിരിക്കുന്നത് ഇതാണ് പ്രോബ്ലം. അപ്പോൾ ഞാനത് പറഞ്ഞിട്ടാണ് തരുന്നത്. അതുകൊണ്ട് ഞാനത് ഓഫറിൽ ഇടുവാണ്. റേറ്റ് അതിനനുസരിച്ച് കുറച്ചിട്ടാണ് ഇടുന്നത്. ഫ്രീ ഷിപ്പിങ്ങിലുമാണ് ഇടുന്നത്. അപ്പം ഞാൻ ഇത് സെറ്റ് കാണിച്ചു തരാം. സെറ്റ് നിങ്ങൾ കണ്ടിട്ടുള്ളതായിരിക്കും. പലരും നിങ്ങൾ കണ്ടിട്ട് ഒത്തിരി പേര് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഒരുപാട് സെറ്റ് നമ്മുടെ കയ്യിൽ നിന്ന് പോയ ഒരു സെറ്റാണിത്. നോക്കിക്കുക, ക്രിസ്മസിനൊക്കെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന 3 പീസ് സെറ്റാണ് കേട്ടോ. ഹക്കോബയിലാണ് വരുന്നത്. ലെമൺ യെല്ലോയാണ് കളർ വരുന്നത്. ഇങ്ങനെയാണ് സെറ്റ് വരുന്നത് കണ്ടോ. നല്ല ഒരു വി കട്ടിങ്ങാണ് വരുന്നത്. വി കട്ടിങ് വന്നിട്ട് കട്ടിങ് ഇവിടെ ക്ലോസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഹക്കോബയാണ് ഫുള്ള് വർക്ക്. നോക്കിക്കുക, ഹക്കോബയിൽ ചെറിയ ഒരു എന്താ പറയേണ്ടത്, ഒരു കുഞ്ഞു ഒരു എന്താ പറയേണ്ടത്, സിൽവറിൻ്റെ ചെറിയ നിങ്ങൾക്ക് ചെറിയ ഒരു മിന്നൽ കണ്ടുകൂടെ. എന്നാൽ അത് മിന്നുന്നതാണെന്ന് നമുക്ക് തോന്നത്ത് പോലും ഇല്ല. അത്രയും അങ്ങ് ഒതുങ്ങി നിൽക്കുക. പക്ഷെ അത് ഹക്കോബയുടെ ഇടയ്ക്ക് വരുമ്പം ചെറിയ ഒരു ഭംഗി അതിന് കിട്ടുന്നതുകൊണ്ട് ഈ മിന്നുന്ന പോലുള്ളൊരു മിന്നൽ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നോക്കിക്കുക, ഇതാണ് സെറ്റ് വരുന്നത്. ലൈനിങ് ഇട്ട് ചെയ്തിരിക്കുന്ന സെറ്റാണ്. നല്ല അടിപൊളി സെറ്റാണ്. ഇത് 44 ആണ് ഞാൻ സൈസ് കാണിക്കുന്നത് കേട്ടോ. അതാണ് ഇതിന് ഇത്രയും വലിപ്പം തോന്നുന്നത്. നല്ല 44ൻ്റെ ഇത് സെറ്റാണ്. ലെങ്ത് ഒക്കെ നോക്കിക്കുക, ലെങ്തിനൊന്നും ഒരു പ്രോബ്ലം ഇല്ല. നിങ്ങൾക്ക് 46 ഒക്കെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ലെങ്ത് കിട്ടും കേട്ടോ. അങ്ങനത്തെ ഇങ്ങനെയാണ് ദുപ്പട്ടയുടെ ലെങ്ത് വരുന്നത്. നോക്കിക്കേ, ഇവിടെ വരെ ലെങ്ത് ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ എന്തോ ചെയ്തെന്ന് വെച്ചാൽ ഇത് ലെങ്ത് സ്വല്പം കുറവായതുകൊണ്ട് ഇത്രയും ലെങ്ത് ഞാൻ ഇതിനകത്ത് അറ്റാച്ച് ചെയ്തു. അപ്പം വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങനെ ഒരു അടിപ്പ് വരും കണ്ടോ. അതാണ് ഇതിൻ്റെ ആകെയുള്ള ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്. നമ്മൾ പക്ഷേ വൺ സൈഡഡ് ആയിട്ടൊന്നും ഇടുമ്പോൾ അത് അറിയത്തുമില്ല, കാണത്തുമില്ല. അത് കണ്ടോ, വൺ സൈഡ് ഇടുമ്പോൾ അതൊക്കെ നമുക്ക് പുറകെ പോകും കണ്ടോ. ബാക്കിലേക്ക് വരുന്ന പോർഷനിൽ നമുക്കിടാം. അതല്ല ഇനിയിപ്പം 2 സൈഡ് ഇട്ടാലും അത് നമ്മൾ കാണൂല. ഇങ്ങനെ വരുള്ളൂ കണ്ടോ. പക്ഷേ ഇതിനകത്ത് ആ ഒരു നീളം കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തതാണ്. അപ്പോൾ അത് ആ ഒരു എന്താ പറയേണ്ടത്, ഒരു അടിപ്പ് വരുന്നുണ്ട്. അതിവിടെ ഒരു താഴെ പോർഷനിലായിട്ട് ഇങ്ങനെ വരും കേട്ടോ. ബാക്ക് സൈഡിലേക്ക് നമുക്ക് ഇടാവുന്നതുള്ളൂ. ഫ്രണ്ടിൽ ഇഷ്ടംപോലെ നീളം കിട്ടും. ബാക്കിലും കുറച്ചിട്ട് ഇറങ്ങിയിട്ട് അങ്ങ് അറ്റത്താണ്, തുമ്പത്താണ് അത് വരുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ അതൊട്ടും വേണ്ട, ഞങ്ങൾക്ക് 2 മീറ്റർ മതിയെന്നുള്ളവർക്ക് അവിടെ വെച്ചിട്ട് അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞാൽ അതും കുഴപ്പമില്ല. ഇതിനകത്ത് കണ്ടോ. ഇനി ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഇത് ചിലർക്കൊക്കെ ഇത് വേണ്ടി വരില്ല.
അങ്ങനെയുള്ളവർക്ക് ഒരു പ്രോബ്ലം ഇല്ല. അത് എവിടെ വെച്ചിട്ട് അങ്ങോട്ട് കട്ട് ചെയ്തിട്ട് കളഞ്ഞാലും നിങ്ങൾക്ക് അത്രയും ലെങ്ത് മതി. ഇപ്പോൾ ഷോർട്ട് ലെങ്ത് ഒക്കെ ഉള്ളവർക്ക് അത് വേണ്ട, നിങ്ങളൊന്നും ചെയ്യേണ്ട, വെറുതെ ഇവിടെ അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഈ സൈഡ് പോലെ കിട്ടും, കണ്ട. എന്നിട്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് വേണമെങ്കിൽ അടിച്ചും കൊടുക്കാം. അപ്പം ആ തടിപ്പ് വരത്തുമില്ല. ഞാൻ ലെങ്ത് കൂടുതൽ വേണമെന്നുള്ളവർക്ക് ഒരു പ്രാവശ്യം ഞാൻ ഇത് അയച്ചു കൊടുത്തിട്ട് എനിക്ക് അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടായി. അവർക്ക് ലെങ്ത് കുറവാണെന്ന് പറഞ്ഞു. അപ്പോൾ കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ആ സെയിം മെറ്റീരിയൽ വാങ്ങിച്ചിട്ട് ഇങ്ങനെ ചെയ്തതാണ് കേട്ടോ. നമ്മൾ വൺ സൈഡഡ് ആയിട്ട് ഇങ്ങനെ ഒന്നും ഇടുമ്പം കേട്ടോ, ഇത് ഞാൻ ഈ ലെങ്ത് കൂട്ടിയത് തന്നെയാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. അത് ആദ്യം കാണിച്ചത് വേറെയാണ്. ഇത് ഞാനിങ്ങനെ മടക്കി വെച്ചിട്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. കണ്ടോ, ഇതിപ്പോൾ ലെങ്ത് കൂട്ടിയതാണ് ഷോൾ. ഇതാ കണ്ടോ, നമുക്ക് ഇടുമ്പോഴൊന്നും ഒരു വ്യത്യാസവും തോന്നുന്നില്ല. ഇപ്പൊ ഷോളിന് നല്ല ലെങ്ത് അല്ലേ എന്ന് നോക്കിയതാ. ഫ്രണ്ടിൽ ഇഷ്ടം പോലെ ലെങ്ത് ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് ബാക്കിലും ലെങ്ത് കിട്ടും കണ്ടോ. പക്ഷെ ഇതിന്റെ ഈ അടിപ്പ് വരുന്നത് നമ്മൾ കാണത്ത് പോലും ഇല്ല. കാരണം നമ്മൾ ഇതിങ്ങനെ അടുക്കി കുത്തി ഇടുവാണെങ്കിൽ ഇതൊന്നും നമുക്ക് അറിയാൻ പോലും പറ്റത്തില്ല. അതാ ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാൻ പറ്റുന്നുണ്ടോ? ഇതാ ഇത്രയുമാണ് ഒരു കാര്യം ഇതിനകത്ത് നമുക്ക് ആകെ കാണുന്നത്. ഇതാ ഇങ്ങനെ ഇടുവാണെങ്കിൽ ഇതൊന്നും നമുക്ക് നോട്ടീസബിൾ പോലും അല്ല, അത് ബാക്കിൽ പോകുന്നതുമാണ്. അതല്ല ഇങ്ങനെ ഇടണമെങ്കിൽ ഇങ്ങനെ ഇടാനും നമുക്ക് ഇഷ്ടം പോലെ ലെങ്ത് കിട്ടും കേട്ടോ. കണ്ടോ, രണ്ട് സൈഡിലും കണ്ടോ. എനിക്കിപ്പോൾ ഇത്രയും ഹൈറ്റുള്ള ആളാണ് ഞാൻ. ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ എനിക്കിതിനകത്ത് ഇത്രയും ഒന്നും കുറച്ചില്ലെങ്കിലും ചിലപ്പോൾ ഇത് പോകുമായിരിക്കും. പക്ഷെ ഒരാൾ എനിക്ക് റിട്ടേൺ ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഇതിനൊരല്പം ലെങ്ത് കുറവുണ്ട്, അപ്പോൾ ഞാൻ അതിൻ്റേതായിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ ഇതെന്താണ് ചോദിച്ചാൽ നമ്മൾ 1200 എബവ് ഒക്കെ വിറ്റ് സെറ്റാണ്. ഞാനിപ്പോൾ ഇതിന് വെറുതെ 1050 രൂപ മാത്രമേ ഇട്ടിട്ടുള്ളൂ. 1050, അതായത് ഞാൻ ആ സ്പോട്ടിൽ 150 റുപ്പീസ് കുറച്ചിട്ടുമുണ്ട്. ഷിപ്പിംഗ് ചാർജ് ഫ്രീയുമാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് ലോസാണ്. പക്ഷേ ഇതെൻ്റെ ഒരു അശ്രദ്ധ കൊണ്ട്, എൻ്റെ അശ്രദ്ധ കൊണ്ടല്ല, എനിക്ക് വന്നപ്പം കിട്ടിയ ലോട്ട് അങ്ങനെയാണ്. ഒരു 5-8 സെറ്റ് എനിക്ക് അങ്ങനെയാണ് കിട്ടിയത്. പിന്നെ ഇനിയിപ്പോൾ അത് തിരിച്ച് ഞാൻ അയക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടില്ല, ഞാനിത് കൽക്കട്ടയിൽ നിന്നൊക്കെ എടുക്കുന്ന സെറ്റ് ആയതുകൊണ്ട് തിരിച്ച് അയച്ചു കൊടുക്കുക എന്നൊന്നും പറയണത് അത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അപ്പോൾ അതിൻ്റെ ലോസ് ഞാനങ്ങ് സഹിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ അങ്ങനെയാണ്. ഇതിപ്പം എനിക്കിപ്പം 1000 റുപ്പീസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഹോൾസെയിൽ പോലും കിട്ടത്തില്ല. അതുപോലുള്ളൊരു റേറ്റിലാണ് ഞാനിപ്പോൾ ഇത് നിങ്ങൾക്ക് തരുന്നത്. കാരണം ഹക്കോബയുടെ ഒരു ഫുൾ സെറ്റ് ഇതുപോലെയൊക്കെ നമുക്ക് പീസ് കിട്ടണമെങ്കിൽ തന്നെ ഒരു 1200-300 നമുക്ക് അൺസ്റ്റിച്ചഡ് പീസ് നമുക്ക് മേടിക്കാൻ പോലും കിട്ടത്തില്ല. പിന്നെ ഒരു 500 രൂപ അതിൻ്റെ തയ്യൽ കൂലിയും കൂടെ വരുമ്പോൾ 1700-1800 രൂപയൊക്കെ. ഇതൊന്നും ഞാൻ നിങ്ങളെ പറയേണ്ട കാര്യമില്ല. ആ സെറ്റാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് 1050 വിത്ത് ഫ്രീ ഷിപ്പിംഗ് തരുന്നത്. നമ്മുടെ കയ്യിലുള്ള സൈസസ് ലാർജുണ്ട്, എക്സലുണ്ട്, ഡബിൾ എക്സലുണ്ട്, 3 സൈസും ഉണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് നിങ്ങൾ ഓർഡർ ചെയ്തോളുക, നിങ്ങളുടെ മെറ്റീരിയൽ സ്വന്തമാക്കിക്കൊള്ളുക. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയാണ്, ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് ഞാനൊരു ഓഫർ ആയതുകൊണ്ട് ഞാനത് സെപ്പറേറ്റ് ആയിട്ട് ഇട്ടതാണ്. വേഗം എല്ലാവരും അവരവരുടെ ഐറ്റം ബുക്ക് ചെയ്ത് സ്വന്തമാക്കിക്കൊള്ളുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും ഒരു പുതിയ വീഡിയോയുമായിട്ട് ഉടൻ വരുന്നതായിരിക്കും. അതുവരെ സ്റ്റേ ട്യൂൺഡ്. ബൈ.